ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. വെൽക്കം ടു കീർത്തന സുബ്രഹ്മണ്യൻ ഇൻ വണ്ടർലാൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി ടു ഓൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ണടയുടെ മിററാണ്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ വീഡിയോ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ് ദിവാലിക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ദിവാലി സ്പെഷ്യൽ വീഡിയോ ഉണ്ട് ഫ്രണ്ട്സ് ഇന്ന്. അപ്പോൾ ഞാൻ ദിവാലിയുടെ അന്ന് എടുത്ത വീഡിയോ ഉണ്ട് ഫ്രണ്ട്സ്. സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ പുതിയ ഫോൺ കവറാണ്, ഇതെങ്ങനെയുണ്ടെന്ന് പറയാനുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ കുറേ ദിവസം വലിയ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്സ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാട്ടെ എന്തൊക്കെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെരാതെയൊക്കെ വെച്ചിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ അധികം ചെരാതൊന്നും ഇല്ല, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെയാണ്. ഒരു 20 ഉണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഉള്ള ചെരാതെ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം ഫ്രണ്ട്സ്. ഇത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ പൂജാമുറി ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്താണ് ഫ്രണ്ട്സ്. അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതൊക്കെ റെഡിയാക്കി അടുത്ത ചെരാതയുടെ പരിപാടിയാണ് ഫ്രണ്ട്സ്. അപ്പോൾ അമ്മ ഓരോരുത്തർ തിരിയിടാണ്, ഞാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ് തിരിയിടാനും പിന്നെ എണ്ണ വയ്ക്കാനൊക്കെ. അപ്പോൾ തിരിയൊക്കെ ഇട്ടു ഫ്രണ്ട്സ്. അതിന് 5 വേറെ ആയിട്ട് ഒരു താഴത്തിൽ വെച്ചിട്ടുണ്ട്, താഴത്തിൽ ട്രെയിൽ. കാരണം എനിക്ക് വീഡിയോ എടുക്കാനുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അതിന് ആവശ്യമുണ്ട്. അതിനുശേഷം തിരിച്ച് വയ്ക്കും കേട്ടോ. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കണം, അതുകൊണ്ടാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ പൂജാമുറി കാണിച്ചു തരാണ്. എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പുറത്ത് ഡോറൊക്കെ തുറന്നു വെച്ചിട്ട് പക്ഷേ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം അവിടെയാണ് ഞങ്ങൾ വെക്കാൻ പോകുന്നത് കേട്ടോ. മഴ ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. കാരണം മഴ ഉണ്ടെങ്കിൽ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കെട്ടുകൂട്ട് ഫ്രണ്ട്സ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഫ്രണ്ട്സ്. അപ്പോൾ മഴ ഉണ്ടാകും നല്ലപോലെ. ഇപ്പോൾ കുറഞ്ഞു വിട്ടു ഫ്രണ്ട്സ്. അപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ സമയം ഒരു 6:30 ആ സമയമാണ് ഫ്രണ്ട്സ്. അപ്പോൾ 8:00 ഫ്രണ്ട്സ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. നല്ല ഭംഗിയാട്ടോ ഫ്രണ്ട്സ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെയാണ് വെച്ചത് കേട്ടോ ഫ്രണ്ട്സ്. ഇങ്ങനെ പുറത്ത് വെച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം അതുപോലെ ചെയ്യാൻ വെച്ചു. അതിന് ചേഞ്ചായിട്ട് ഞങ്ങൾ വേറെ സ്റ്റെപ്പിൻ്റെ ഇവിടെ കൂടി വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി എനിക്ക് 5 ആവശ്യമുണ്ട്, അത് ഉപയോഗിച്ചതിന് ശേഷം അതും വെക്കും കേട്ടോ എവിടെയെങ്കിലും. അങ്ങനെ ഇതെല്ലാം ഞങ്ങൾ റെഡിയാക്കി ഒരു വട്ടത്തിലങ്ങനെ വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അവിടെ ഫ്രണ്ട്സ്. അപ്പോൾ അമ്മ ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. ഞാൻ വെച്ച് നോക്കുകയാണ്, കാരണം മഴ ഉള്ളതുകൊണ്ട് അറിയില്ല. ഫസ്റ്റ് ഒരെണ്ണം വെച്ചിട്ട് കറക്റ്റ് ആവുന്നുണ്ടോ നോക്കുന്നുണ്ട് കേട്ടോ, കെട്ട് പോകുന്നുണ്ടോ നോക്കുകയാണ്. അപ്പോൾ എന്താ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ കുറേ എണ്ണ വെച്ചിട്ട് ഫ്രണ്ട്സ്. പിന്നെ എണ്ണയ്ക്കൊക്കെ തീ വിലയുണ്ട് ഫ്രണ്ട്സ്. അതുകൊണ്ട് എണ്ണ പിന്നെ കുറച്ച് മാറ്റി, പെട്ടെന്ന് അറിയാണ്ട് വെച്ചപ്പോൾ ധൃതിയിൽ വെച്ചപ്പോൾ അങ്ങനെ വന്നതാണ്. പിന്നെ അത് മാറ്റി കറക്റ്റ് പോലെ വെച്ചിട്ട് ഫ്രണ്ട്സ്. കണ്ടോ ഫ്രണ്ട്സ്, ചെറുതായിട്ട് കിടന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശരിയായിട്ടോ അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി ഫ്രണ്ട്സ്. കണ്ടോ ചെറുതായിട്ട് കാറ്റൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഫ്രണ്ട്സ്. നല്ല അടിപൊളിയായിട്ട് വെച്ചു കേട്ടോ ഫ്രണ്ട്സ്. നല്ല ഭംഗിയുണ്ട്. അതിന് ശേഷം ഫ്രണ്ട്സ് ഇനിയും വെച്ചു ഫ്രണ്ട്സ്. ഓരോന്ന് കാണിക്കണം എന്നിട്ട് ഒരുമിച്ച് വെച്ചതാണ്. ഞാനും ഹെൽപ്പ് ചെയ്തിട്ട് ഫ്രണ്ട്സ് അമ്മേനെ. അപ്പോൾ അങ്ങനെയുണ്ട് ഫ്രണ്ട്സ്. ഓരോന്നായിട്ട് വിളക്ക് വെച്ചിട്ട് ഫ്രണ്ട്സ്. ഇങ്ങനെ ഇനിയും കുറേ ഉണ്ടെങ്കിൽ ഫുള്ള് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുറേ വെക്കാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ അധികം ചേരാതില്ല ഫ്രണ്ട്സ്. അപ്പോൾ ഉള്ളത് വെച്ച് നമ്മൾ വെച്ചതാണ് കേട്ടോ. അതിന് ശേഷം ഫ്രണ്ട്സ് കണ്ടു, ഞാൻ അച്ഛനൊക്കെ കാണിച്ചു കൊടുത്തു, അമ്മയ്ക്കും കാണിച്ചു കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അമ്മയും ഞാനും കൂടി ചെയ്തു. അച്ഛനോട് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു, അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ വെച്ചു, അടിപൊളിയെല്ലാം വെച്ചിട്ട് അതിന് ശേഷം ഇതാ നമ്മുടെ സ്റ്റെപ്പിൻ്റെ അവിടെ കേട്ടോ, നമ്മുടെ വീടിന് തൊട്ടപ്പുറം പുറത്തുള്ള സ്റ്റെപ്പ് കേട്ടോ ഫ്രണ്ട്സ്. മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പാണ്. മുകളിൽ ആൻറ്റി താമസിക്കുന്നുണ്ടല്ലോ, ടെറസും ഉണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പാണ് ഫ്രണ്ട്സ്. അപ്പോൾ അവിടെ എടുത്ത് മാറ്റണം ഫ്രണ്ട്സ്. കാരണം ഇവിടെ എണ്ണയ്ക്ക് വീണ പ്രശ്നമാണ്. അതുകൊണ്ട് വേഗം തന്നെ വെച്ചു. 5 അങ്ങനെ പൂ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ ഒരു സ്റ്റൈല് കാണിച്ചു തരാണ് ഫ്രണ്ട്സ്. ഇതാണ് സ്റ്റെപ്പ് എന്നൊക്കെ കണ്ട് അങ്ങനെ ഒരു ചുറ്റും ഇങ്ങനെ വെച്ചു. വിളക്കൊക്കെ കൊടുത്താൽ ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും ഹെൽപ്പ് ചെയ്തു വെക്കാൻ. അങ്ങനെ എല്ലാം വെച്ചിട്ട് ഫ്രണ്ട്സ് അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് ഏതൊക്കെ നോക്കിയിട്ടിരിക്കുന്നത്. പിന്നെ ഇതും വെച്ചു. മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഈ സമയത്ത്, വെക്കണ സമയത്ത്. പിന്നെ അച്ഛൻ നോക്കിയിട്ട് ഞാൻ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട്. അപ്പോൾ അച്ഛൻ സൂപ്പറായിട്ടെന്ന് പറയാണ്. അങ്ങനെ അതൊക്കെ പോയി നേരെ നമ്മൾ വീഡിയോ എടുക്കുന്ന കാര്യങ്ങൾ പരിപാടിക്ക് ചെയ്യണം. അതായത് എനിക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ 5. അപ്പോൾ അത് അമ്മയെ കൊളുത്ത് തന്നിട്ട് ഫ്രണ്ട്സ്. അത് നല്ല രസമുണ്ട്. ആ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. വേറെ കുറേ ഡിസൈൻ ഉണ്ട്, പക്ഷേ എനിക്ക് ഈ ഡിസൈൻ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതുപോലെ വെച്ചു. അങ്ങനെ അതുപോലെയൊക്കെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇടയ്ക്ക് പോയി നോക്കേണ്ടത് വേറെ ഒന്നും ഉണ്ടല്ല, മഴയുണ്ടോ എന്താണ് കടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വേഗം പോകണമെന്നാണ്. കാരണം തെറ്റ നമുക്ക് വീണ്ടും കൊടുത്തണമല്ലോ. അങ്ങനെ ഫുള്ള് വെച്ചിട്ട് ഫ്രണ്ട്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഫ്രണ്ട്സ് അതൊക്കെ വെച്ചു. ഇതാ ഫ്രണ്ട്സ് ഞങ്ങൾ മൈസൂർ പാർക്ക് വയ്ക്കുകയാണ് സ്വീറ്റായിട്ട്. അങ്ങനെ ശേഷം ഞാൻ ട്രാൻസാക്ഷൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഫ്രണ്ട്സ്. ട്രാൻസാക്ഷൻ വീഡിയോ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട് കേട്ടോ, പോയി കാണണേ, എങ്ങനെയുണ്ടെന്ന് പറയണം. പിന്നെ ഇതാ ഫ്രണ്ട്സ് ഫോട്ടോസ് എടുത്തു ഫ്രണ്ട്സ്. ഇത് നമ്മൾ വെച്ചത് സ്റ്റെപ്പിൻ്റെ അവിടെ ഞാനും അച്ഛനും കൂടി ഫോട്ടോ എടുത്തു. അതിന് ശേഷം ഫ്രണ്ട്സ് പുറത്തുള്ള വീഡിയോ ആണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ അതിന് ശേഷം ഞാൻ അമ്മയും കൂടി ഫോട്ടോ എടുത്തിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ ചേട്ടൻ ബാംഗ്ലൂരാണ്, വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു.